നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസിന്റെ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കൊള്ളക്കാരുടെ സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയിലൂടെ അടിവരയിട്ടുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സ്വർണം കട്ടതിന് ജയിലിൽ പോയവർക്കെതിരെ CPIM നടപടിയെടുക്കുന്നില്ലെന്നും ജയിലിലേക്കുള്ള ഘോഷയാത്ര തുടങ്ങിയിട്ടേയുള്ളൂവെന്നും വി ഡി സതീശൻ പറഞ്ഞു. സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളിക്ക് എന്ത് ബന്ധമെന്ന് താൻ തെളിയിക്കേണ്ട ആവശ്യമില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അയച്ചത് കടകംപള്ളി സുരേന്ദ്രനാണെന്നും ബന്ധമുണ്ടായിരുന്നു എന്ന തെളിവ് സഹിതം ഹാജരാക്കാമെന്നും തെളിവുകൾ പത്മകുമാറിന്റെയും വാസുവിന്റെയും കയ്യിലുണ്ടെന്നും സ്വർണം കട്ടത് പൊളിറ്റിക്കൽ തീരുമാനമാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു. ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങിയെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മുന്നോട്ട് പോവുകയെന്നതും സംഭവം വളരെ ഗൗരവമുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. ബാർക്ക് ഡാറ്റ അട്ടിമറിക്കാൻ കോടികൾ കൈക്കൂലി വാങ്ങുന്ന സംഘത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു. മുഖ്യമന്ത്രി പദവിയെ ചൊല്ലി കർണാടക കോൺഗ്രസിൽ തർക്കം പരിഹരിക്കാൻ ഇടപെടലുമായി ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവരെ ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചു. മദ്യലഹരിയിൽ അന്തർ സംസ്ഥാന ബസ് ഡ്രൈവറുടെ അഭ്യാസം. കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലാണ് സംഭവം. ജീവനക്കാരുടെ മോശം പെരുമാറ്റത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഒരു നടപടിയും ബസ് ഉടമ സ്വീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ച ഭാരതി ട്രാവൽസിന്റെ ബസ്സിലാണ് സംഭവം. ഡ്രൈവറുടെ അലക്ഷ്യമായ ഡ്രൈവിംഗ് ശ്രദ്ധിച്ചപ്പോഴാണ് ഡ്രൈവറും ക്ലീനറും മദ്യലഹരിയിലായിരുന്നുവെന്ന് ഈ യാത്രക്കാർക്ക് വ്യക്തമായത്. ഹാൽ സിനിമയിലെ രംഗങ്ങൾ നീക്കേണ്ടതില്ലെന്ന ഉത്തരവിനെതിരായ അപ്പീലിൽ കാത്തോലിക്ക കോൺഗ്രസിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. സിനിമ എങ്ങനെയാണ് കാത്തോലിക്ക കോൺഗ്രസിനെ ബാധിച്ചതെന്ന് കോടതി ചോദിച്ചു. സിനിമയിലെ രംഗങ്ങൾ നീക്കാനോ കൂട്ടിച്ചേർക്കാനോ നിർദ്ദേശിക്കാനാവില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. തിരുവനന്തപുരം ആര്യൻകോട് കാപ്പ കേസ് പ്രതിക്ക് നേരെ SHO വെടിയുതിർത്തു. നിരവധി കേസിൽ പ്രതിയായ കൈരി കിരണിന് നേരെയാണ് വെടിവെച്ചത്. SHOയെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു വെടിയുതിർത്തത്. പ്രതിക്ക് വെടിയേറ്റിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. പ്രദേശത്തെ കുപ്രസിദ്ധ ഗുണ്ടയാണ് കിരൺ. തിരുവനന്തപുരത്തെ പല സ്റ്റേഷനുകളിലെയും ഗുണ്ട പട്ടികയിൽ ഉൾപ്പെട്ടയാളാണ് കൈരി കിരൺ. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസിന്റെ അപ്ഡേറ്റ്സ്.